എന്തുകൊണ്ടാണ് മുഅ്മിനീങ്ങളെ മാതാപിതാക്കളോട് അനുസരണക്കേട് എന്ന് മക്കൾ എന്തുകൊണ്ടാണ് മാതാപിതാക്കളെ അനുസരിക്കാതെ വരുന്നതെന്നറിയുമോ? ഒരു 3 കാര്യങ്ങളുണ്ട്. ആ 3 കാര്യങ്ങൾ നിങ്ങൾ മക്കൾക്ക് ചെയ്തു കൊടുത്തില്ല എങ്കിൽ നിങ്ങൾക്കെതിരെ നിങ്ങളുടെ മക്കൾ തിരിയുകയും നിങ്ങളോട് അനുസരണക്കേട് കാണിക്കുകയും മക്കൾ വഴിപിഴച്ചു പോകുന്നതുമാണ്. ഈ പറയുന്ന 3 കാര്യങ്ങൾ നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഏതാണ് ആ 3 കാര്യമെന്നറിയുമോ? കേട്ടോളി. ഒരിക്കൽ ഒരു പിതാവുണ്ടല്ലോ, മഹാനായ ഉമർ തങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരികയാം. വളരെ വിഷമത്തോടെ സങ്കടത്തോടെ പരാതിയുമായി കടന്നു വരികയാ. എന്നിട്ട് പറയുകയാണ്, യാ അമീറുൽ മുഅ്മിനീൻ, യാ അമീറുൽ മുഅ്മിനീൻ, അല്ലയോ ഉമർ തങ്ങളെ, എന്റെ മകനുണ്ടല്ലോ തീരെ അനുസരണയില്ല ഉമറേ. ഇവ അവന്റെ ഉമ്മാനെ അവൻ ചീത്ത വിളിക്കുന്നു. എന്തെങ്കിലും പറയുമ്പോ അവൻ എന്റെ നേരെ കൈവെക്കുന്നു ഉമറേ. മാതാപിതാക്കളോടൊരു അനുസരണയുമില്ലാത്ത മകനാണ് എന്റെ മകനെന്ന് മഹാനായ ഉമർ തങ്ങളോടൊരു പിതാവുണ്ടല്ലോ വളരെ വിഷമത്തോടെ പ്രയാസത്തോട് വന്ന് പരാതിയുമായി ആ പിതാവ് ഉമർ തങ്ങളെ സമീപിച്ചപ്പോൾ മഹാനായ ഉമർ തങ്ങളുണ്ടല്ലോ ആ മകനെ വിളിച്ചു ഇരുത്തിക്കൊണ്ട് മാതാപിതാക്കളോടുള്ള കടമകൾ പറഞ്ഞു കൊടുക്കുമ്പോ ആ മകൻ മഹാനായ ഉമർ തങ്ങളോട് ചോദിക്കുകയാം, ഇസ്ലാമിൽ മക്കൾക്ക് മാതാപിതാക്കളോട് മാത്രമേ കടമയുള്ളൂ, അതോ മാതാപിതാക്കൾക്ക് മക്കളോട് കടമകൾ വല്ലതുമുണ്ടോ എന്ന് ആ മകൻ തിരിച്ചു മഹാനായ ഉമർ തങ്ങളോട് ചോദിക്കുമ്പോ മഹാനായ ഉമർ തങ്ങൾ അവിടുന്ന് പറയുകയാ, മക്കൾക്ക് മാതാപിതാക്കളോട് കടമയുള്ളതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് മക്കളോടും കടമയുണ്ടെന്ന മകനോട് മഹാനായ ഉമർ തങ്ങൾ അവിടുന്ന് പറയുകയാ. അതെന്താണെന്ന മകനുണ്ടല്ലോ മഹാനായ ഉമർ തങ്ങളോട് ചോദിക്കുമ്പോ ഒന്നാമതായി ഉമർ തങ്ങൾ ആ മകനോട് പറഞ്ഞതെന്താണെന്നറിയുമോ? ഞാനും നിങ്ങളുമുണ്ടല്ലോ നമ്മുടെ മക്കളുടെ വിഷയത്തിൽ ഈ കാര്യം ശ്രദ്ധിച്ചവരാണോ എന്ന് ഒന്ന് ചിന്തിക്കണേ ഉപ്പമാരേ. ഒന്നാമതായി മഹാനായ ഉമർ തങ്ങൾ ആ മകനോട് പറഞ്ഞു കൊടുത്തത് എന്താണെന്നറിയുമോ? മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമകളിൽ ഒന്നാമത്തെ കാര്യമുണ്ടല്ലോ, അയ്യൻ കതിയ ഉമ്മഹൂ, ഉമ്മയെ സംസ്കരിക്കലാണ്. മക്കൾക്ക് വേണ്ടി ഒരു ഉമ്മയെ, നല്ല ഒരു ഉമ്മയെ തിരഞ്ഞെടുക്കലാണെന്ന് മഹാനായ ഉമർ തങ്ങൾ ആ മകനോട് പറയുകയാ.